എല്ലാവർക്കും മച്ചകല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാനൊരു കടായിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഫെനൽ സീഡ് അല്ലെങ്കിൽ നമ്മുടെ പെരിഞ്ചീരകം അല്ലെങ്കിൽ വരിയാരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പൊടിച്ച കൽക്കണ്ടമാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിശ്രി ആണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വെള്ളം തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾക്ക് വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സൂചി ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് റവ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം. നമുക്ക് റവ നന്നായിട്ടൊന്ന് ഇളക്കി അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. റവ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് നമുക്കിതങ്ങ് മാറ്റി ഒന്ന് തണുക്കുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഫിങ് തയ്യാറാക്കണം. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ശർക്കര ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ നനവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് ഇവിടെ റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ച് ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന റവ നന്നായിട്ട് കുഴച്ച് നല്ലൊരു സോഫ്റ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊന്ന് ശകലം നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗമെടുത്ത് ഒരു മീഡിയം സൈസ് ബോളിൻ്റെ വലിപ്പത്തിലെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്ന് പരത്തി ഒരു ചെറിയൊരു പൂരിയുടെ വലിപ്പത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇത് കാക്കറ പീഠ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് രഥയാത്രയ്ക്ക് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് കൂടിയാണ്. മഹാപ്രസാദമായിട്ടും ഇത് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്റ്റഫിങ് വെച്ച് കൊടുത്ത് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് സ്റ്റഫിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. വെച്ച് കൊടുത്ത് നമുക്ക് എല്ലാ സൈഡും ഒരേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഒന്ന് ഓപ്പണായി പോവാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാ സൈഡും നമുക്ക് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ച് ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പൂരിയുടെ ഷേപ്പിൽ തന്നെ നമുക്കതൊന്ന് ആക്കിയെടുക്കാം. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് ഇപ്പോൾ മാവ്. നമ്മൾ നെയ്യൊക്കെ പുരട്ടിയത് കൊണ്ട് തന്നെ കയ്യിലും ഒട്ടിപ്പിടിക്കാറില്ല. അപ്പോൾ എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതേ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതെല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഓയിലിലും ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം ഒരു ചെറിയ കടായിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാത്രം ചെറിയ പാത്രമാണെങ്കിൽ കുറച്ച് നെയ്യുടെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുത്ത് ഒരു 3-4 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഞാൻ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, വളരെ ഹെൽത്തിയുമാണ്. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ഡിഷാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്
കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്